ഫ്രണ്ട്സ് സാധനം പോവാട്ടോ. ബെൻസിലേക്കാണ് നമുക്ക് ഈ പോണത്. എന്താണ് നമ്മളും കൂടി കയറിയില്ല അമ്മായിട്ടൊരു വണ്ടിയിൽ. അപ്പോൾ ഫ്രണ്ട്സ്, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ നായിൻ്റെ 1-2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലാദ്യ വീഡിയോയിൽ അവർ ഇതിന് പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല. അത് വേറെയുള്ള ഇഷ്യൂസും കാര്യങ്ങളും വരണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഓപ്പണായിട്ട് പറയാഞ്ഞത്. രണ്ടാമത്തെ വീഡിയോയിൽ അവർ പറഞ്ഞു അതിന് പൈസ വേണ്ട, അതിന് ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും കൊടുത്താണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും വീഡിയോ ചെയ്തു, എന്നിട്ട് ഒരു റെസ്പോൺസ് ഇല്ല. അങ്ങനെ ഞാൻ മൂന്നാമതൊരു വീഡിയോ ചെയ്തതിന് ശേഷം എൻ്റെ അടുത്തുള്ള ഒരു കുറച്ച് മാറിയിട്ടുള്ള ഒരു അറബ് ഫാമിലി അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ടുപോകാമെന്ന് ഏറ്റു. അവർ മസറയിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത്, അവിടെ ഫാമിലി കെട്ടിടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. അങ്ങനെ നായിൻ്റെ ഉടമസ്ഥനോട് പറഞ്ഞ് അതിന് ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ അതിന് നമുക്ക് കൊടുക്കില്ലെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു കുഴപ്പമില്ല, അതിനെ നോക്കിയാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിനെ ആവശ്യപ്പെട്ട ആൾ വിളിച്ചു പറഞ്ഞു അറബി അവിടെ വരും, നീ ആ നായിനെ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ നായിനെ കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ പുറത്ത് പോയി നോക്കിയപ്പോൾ ഞാൻ കരുതി പിക്കപ്പ് ആയിരിക്കും വരാമെന്ന്. നോക്കുമ്പോൾ ഒരു അടിപൊളി ബെൻസ് G60 എന്ന് പറഞ്ഞ ഒരു ജീപ്പ് മോഡൽ വണ്ടി കിട്ടും. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു വണ്ടി കാണുന്നത്. ആദ്യമായിട്ട് വണ്ടി കാണുന്നില്ല, ഇങ്ങനത്തെ വണ്ടി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, ഇതേമായിട്ടൊന്നും വലിയൊരു കാര്യമില്ല. പക്ഷേ നായിനെ അതിലൊക്കെ കയറ്റാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഒന്ന് ഷോക്കായി. നായ വാക്സിനും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ യാത്ര ചെയ്യാമെന്നല്ലാതെ അവർ നായിനെ കൊണ്ട് നടക്കലൊന്നുമില്ല കേട്ടോ. അതിനെ കൊണ്ട് തന്നെ നായ വണ്ടിയിൽ കയറാൻ വിസമ്മതിച്ചിരുന്നു. അങ്ങനെ ആ മേട് അതിനെ കൂളായിട്ട് ആ വണ്ടിയിൽ വെച്ച് കൊടുത്തു, അറബി ഡോറടിച്ചു. അതിനുശേഷം നമുക്ക് രണ്ടാക്കായിട്ട് 50 ദിർഹംസ് വെച്ച് തന്നിട്ടോ. ഞാൻ പറഞ്ഞാൽ പൈസ വേണ്ട, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അറബി പറഞ്ഞു കുഴപ്പമില്ല, അത് ഞാനൊരു സന്തോഷത്തിൻ്റെ പേരിൽ തരുന്നതാണ്, ആ മേടിനും കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ നായയും വണ്ടിയിൽ കയറ്റിയിട്ട് യാത്രയായിട്ടോ. അതിന് ശേഷം പിറ്റേന്ന് അന്ന് തന്നെ അവർ മെസ്സേജ് അയച്ച് അതിൻ്റെ പാസ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഇവിടെ നാഷണൽ ഡേയും കാര്യങ്ങളും അതിനെക്കൊണ്ട് ഇതിൻ്റെ ഓണർ ഭയങ്കരമായിട്ടുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ച് ഇതിന് പാസ്പോർട്ട് ഇല്ലയെന്ന്. ഞാനും ആകെ പെട്ടെന്നുള്ള അവസ്ഥയായി. അതിനായിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ നായിൻ്റെ കൂടാണെങ്കിൽ നമ്മൾ ഒഴിവാക്കാനും വെച്ച് ഓൾറെഡി ഇതിന് വേണമെന്ന് ആവശ്യപ്പെട്ടവരോട് നായിനെ കൊണ്ടുപോകാൻ ആളെ ഏറ്റിട്ടുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഓണർ മാഡം അതിൻ്റെ പാസ്പോർട്ട് തന്നിട്ട് അപ്പോഴാണ് ഒരു സമാധാനം. നായിൻ്റെ പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇന്നലെ മിനിയാന്ന് നായിനെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിരുന്നു. അതിൻ്റെ പാസ്പോർട്ട് അപ്പം കൊടുത്തിട്ടില്ല. പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ സംഭവം, പെറ്റ് പാസ്പോർട്ട് എന്ന അതിൻ്റെ പേര്. ഇത് നായിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നായിൻ്റെ പേര്, അതിൻ്റെ ബ്രീഡ്, മെയിൽ. ഈ ഒരു പേപ്പറിന് വേണ്ടിയിട്ട് ഇതിനെ കൊണ്ടുപോയ ആൾ നിരന്തരം മെസ്സേജ് അയച്ചുകൊണ്ട് നിന്നിട്ടോ. ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നായിനെ തിരിച്ചു കൊണ്ടുവരാണെങ്കിൽ നമ്മൾ ആകെ പെട്ടിരുന്നു. ഈ ഒരു പാസ്പോർട്ടിന് ഏകദേശം 2000 ദിർഹംസിൻ്റെ അടുത്ത് വരുന്ന കേട്ടോ എന്നോട് എൻ്റെ കോമ്പൗണ്ടിൽ പൂച്ചനെ വളർത്തുന്ന ഒരാൾ പറഞ്ഞത്. അത് ഇത് തന്നെയാണോന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ പറഞ്ഞ വിവരണങ്ങളൊക്കെ എനിക്ക് ഇവിടെ നിന്നും കിട്ടിയ ചെറിയ അറിവുകൾ മാത്രമാണ് കേട്ടോ. അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക.